മുഖ്യമന്ത്രിയാകാൻ എന്താണ് യോഗ്യത? പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. ഇതൊരു ചോദ്യമാണിപ്പോൾ. കേരള മുഖ്യമന്ത്രിയാകണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും യോഗ്യത വേണം. പണ്ടുകാലത്ത് മുഖ്യമന്ത്രിയായവരൊക്കെ തന്നെ മുതിർന്ന ആളുകളായിരുന്നു. പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും സംഘടനാ സംവിധാനത്തിന് വേണ്ടിയും ഒക്കെ തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളായിരുന്നു. അതാരായാലും സി അച്യുതമേനോനായാലും EK നായനാരായാലും BS അച്യുതാനന്ദനായാലും K കരുണാകരനായാലും AK ആൻ്റണി ആയാലും ഒക്കെ തന്നെ. ഇപ്പോൾ സതീശൻ്റെയും KC യുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ യോഗ്യത ഇങ്ങനെ അളന്ന് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില ആളുകൾ. അത് അവർക്കൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, G സുകുമാരൻ നായരാണ് ഇത്തരത്തിലിപ്പോൾ അളന്നു തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പണ്ട് അളവ് കടയായിരുന്നു. പണ്ട് NSSൻ്റെ ഓഫീസിൽ ചായ കൊടുത്ത് നടന്ന കാലം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യോഗ്യത അളക്കുന്ന ഒരു യന്ത്രവുമായിട്ട് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ഇരുന്ന് മണിച്ചേട്ടൻ ഓരോന്ന് കൽപ്പിക്കുകയാണ്. എന്ത് കാര്യം? ഇവിടെ വെള്ളാപ്പള്ളിയും NSSും ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിനൊരു സംവിധാനമുണ്ട്. VD സതീശൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെയും ഒക്കെ യോഗ്യത അളക്കുന്നതും അതിന് തീരുമാനമെടുക്കുന്നതും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അവർ അത് കൃത്യസമയത്ത് എടുത്തുകൊള്ളും. മുഖ്യമന്ത്രിയാകാൻ സതീശന് എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്നവരുണ്ട്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അടങ്ങുന്ന ജാതി തിന്ന് ജീവിക്കുന്ന സകല പ്രമാണിമാരും VDയെ ഒന്നിച്ച് എതിർക്കുന്നു എന്നതാണ് നമ്മുടെ സുഹൃത്ത് എഴുതുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. VD സതീശനെ എന്തിനാണ് ഇവരൊക്കെ ഒന്നിച്ചെതിർക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു ചേതോ വികാരം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടോ? ഇതിൽ പരം എന്ത് യോഗ്യത വേണം? ബിഷപ്പിനോട് സഭയിലെ കാര്യം നോക്കിയാൽ മതിയെന്നും സമുദായ പ്രമാണിമാരുടെ തിണ്ണനിറങ്ങാൻ തന്നെ കിട്ടില്ല എന്നുമൊക്കെ പറയാനെങ്കിലുമുള്ള ആർജവം കാണിച്ച എത്ര നേതാക്കന്മാരുണ്ട് ഈ UDFൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ? അതായത് ഇവർ എതിർക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അവർക്ക് എന്തായാലും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്. കാരണം നല്ലവർ കടന്നു വരരുത് അല്ലെങ്കിൽ നല്ല ആളുകൾ വരരുത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ സമുദായ പ്രമാണിമാർ എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ചോദ്യം ചെയ്യാൻ ഇവരെ ആര് ചോദ്യം ചെയ്യാൻ? VD സതീശൻ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന അഭിപ്രായമില്ല, സീനിയർ ആയിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് മണിച്ചേട്ടൻ നമ്മുടെ സുകുമാരൻ നായർ ചോദിച്ചത്. ഇവിടെ പ്രായത്തിൻ്റെ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 90 വയസ്സായ ഏതെങ്കിലും ഒരു MLA ഉണ്ടെങ്കിൽ, അത്രയും പ്രായമുള്ള MLA ഉണ്ടെന്ന് തോന്നുന്നില്ല, സതീശിനേക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും KCയെക്കാളും ഒക്കെ പ്രായമുള്ള MLAമാർ കോൺഗ്രസ്സിൽ തന്നെ കാണും. അപ്പം പ്രായവും അതുപോലെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു സംവിധാനത്തെ UDF എന്ന സംവിധാനത്തെ മുന്നിൽ നിന്ന് നയിച്ച് ഒരു നല്ല രീതിയിലുള്ള വിജയം സമ്മാനിച്ചു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, UDF തോൽക്കുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരിക്കും എന്ന് സധൈര്യം അദ്ദേഹം പറഞ്ഞു. ഇപ്പം ആരെയും നമ്മൾ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യല്ല, പക്ഷേ ഒരാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അയാളെ എതിർക്കണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടി. അതിനെന്തെങ്കിലും ഒരു കാരണം ഈ സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളിക്കോ പറയാനുണ്ടോ? ഒന്നുമില്ല. അതായത് സതീശൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ സ്മൂത്തായി പോകും. ഇവിടെ സാമുദായികവും സാമൂഹികവുമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സമുദായ നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ, അവർക്ക് അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ, അവർക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ചില വെടിക്കെട്ടുകളുമായിട്ട്, അതായത് ഒച്ചയില്ലാ വെടികളുമായിട്ടൊക്കെ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒക്കെ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന്. എന്തായാലും അത് തീരുമാനമുണ്ടാകും, കൃത്യമായി തന്നെ തീരുമാനമുണ്ടാകും, നടപടിയുണ്ടാകും. അതിനകത്ത് എതിർപ്പുള്ളവരുണ്ടെങ്കിലും അത് പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം K മുരളീധരൻ പറഞ്ഞതുപോലെ എതിർപ്പുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കും. അതിന് ഇവിടെ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കിടന്നുകൊണ്ട് ഈ ഉത്സവത്തിനിടയ്ക്ക് PP എന്ന് വെച്ചുകൊണ്ട് കുട്ടികൾ ഒച്ച വെച്ചുകൊണ്ട് ഓടില്ലേ, ഈ ഒരുതരം PP ഊതിക്കൊണ്ട്, അങ്ങനെ കിടന്ന് PP ഊതിയിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം UDFൻ്റെ കാര്യവും അവർ നോക്കിക്കൊള്ളും. നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം നോക്കുക. അതേതായാലും ഉണ്ടാകുന്നില്ല. സമുദായാംഗങ്ങളുടെ കാര്യമോ സമുദായത്തിൻ്റെ ക്ഷേമമോ അല്ല, ഇവർക്കൊക്കെ രാഷ്ട്രീയമാണ് ഇവരുടെയൊക്കെ അന്നം.